Hello guys and welcome back to Best Car Picks. നമുക്കറിയാം BYD ഇപ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഈവൻ ദോ അവരുടെ വണ്ടികളൊക്കെ ഒരിത്തിരി എക്സ്പെൻസീവ് സൈഡിലാണ് എങ്കിൽ പോലും ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് ഇവരെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BYD ഇപ്പം സീലിൻ്റെയും മുകളിൽ ഇത്തിരിയും കൂടെ പ്രീമിയം ആയിട്ടുള്ള, അതായത് സീൽ ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു ഇലക്ട്രിക് SUV ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോഞ്ച് മീൻസ് പ്രൈസ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ഭാരത് എക്സ്പോയിൽ അവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. BYD C-Line 7 എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. ഇത് ഇൻ്റർനാഷണലി കഴിഞ്ഞ വർഷമൊക്കെ ലോഞ്ച് ചെയ്ത വണ്ടി തന്നെയായിരുന്നു. നമുക്കിപ്പോഴാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്നു ഒരു മോശം കാര്യമല്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. എന്തായാലും ഡിസൈൻ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഓൾമോസ്റ്റ് സീല് പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് കിട്ടുന്നത്. അതായത് DRLs ഇത്തിരി താഴത്തോട്ട് എക്സ്പാൻഡ് ചെയ്ത് ഒരു L ഷേപ്പ് പോലെ നിൽക്കുന്നുണ്ട്. LED പ്രൊജക്ട് ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് BYDയുടെ ലോഗോ ഒക്കെ കാണാം. ഇവരുടെ ടിപ്പിക്കൽ വാഹനങ്ങളുടെ ഗ്രില്ല് പോലെ തന്നെ, അതായത് പ്രത്യേകിച്ച് ഗ്രില്ലോ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇലക്ട്രിക് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് താഴത്തേക്ക് ചെറിയൊരു എയർ വെന്റ് പോലെ കാണാം. അതുപോലെ ADASന്റെ, അതായത് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ റഡാർ, സെൻസേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലെവൽ 2 ആണ് ഇതിനകത്ത് വരുന്നത്. ഈ വണ്ടി ഇങ്ങനെ ഫോട്ടോസിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വലുപ്പം തോന്നില്ലെങ്കിലും ശരിക്കും അത്യാവശ്യം നല്ല ഡയമെൻഷൻസ് വരുന്നൊരു വണ്ടിയാണത്. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ആണെങ്കിൽ, അതായത് ലെങ്ത്ത് ശരിക്കും ഓൾമോസ്റ്റ് 5 മീറ്ററിനടുത്തുണ്ടെന്ന് പറയും. 4830 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. വിഡ്ത്ത് ആണെങ്കിൽ പോലും 1925 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊരു സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വീൽ ബേസ് 2930 മില്ലിമീറ്റേഴ്സ് ആണ്. എഗെയിൻ വളരെ വലിയൊരു വീൽ ബേസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 20 ഇഞ്ച് വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഡിസൈനൊക്കെ ഇത്തിരി സിമ്പിളാണ്, പക്ഷെ എന്നാൽ ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ 20 ഇഞ്ച് അത്യാവശ്യം നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. നമുക്ക് അണ്ടർ ടയർഡ് ആയിട്ടുള്ള ഫീലൊന്നുമില്ല. ഫ്രഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പോപ്പ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ഡോർ ഹാൻഡിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കാണാം. ഇത്തിരി സ്ലോപ്പിംഗ് റൂഫ് ലൈനൊക്കെ വരുന്ന പോലത്തെ ഒരു ഷേപ്പാണ്. കംപ്ലീറ്റ്ലി ഒരു ബോക്സി ലൈക്ക് SUV എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് സറൗണ്ട് ബോഡി ക്ലാഡിംഗ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഓട്ടോ റൺ ചെയ്യുന്നുണ്ട്. ബാക്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വാഹനത്തിന് ചാർജിങ് പോയിന്റ് വരുന്നത്. പൊതുവേ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആ ഒരു പോയിന്റിൽ കാണാത്തതാണ്, പക്ഷെ എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഇനിയിപ്പം ഇതിൻ്റെ റിയർ പ്രൊഫൈൽ നോക്കാനാണെങ്കിലും കുറച്ചൊക്കെ സീല് പോലെ നമുക്ക് തോന്നും. പക്ഷെ എന്നാലും SUV ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു അഡീഷണൽ ഹൈറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് മാത്രം. 1.6 മീറ്റേഴ്സിനടുത്ത് ഇതിന് ഹൈറ്റ് ഉള്ളൂ. ഭയങ്കര വലിയ വണ്ടിയൊന്നുമല്ല, അതായത് ഹൈറ്റ് വൈസ് നമ്മൾ നോക്കുമ്പം. പിന്നെ ബാക്കിൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് ടെയിൽ ലാംപ്സിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ ഒരുപാട് ബാഡ്ജിങ് ഉണ്ട്. എനിക്ക് BYDയുടെ ഒരു ഇഷ്ടമല്ലാത്ത സംഭവം ഇങ്ങനെ ഒരുപാട് ബാഡ്ജിങ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് BYDയുടെ കമ്പനിയുടെ പേര് വരുന്നുണ്ട്. അതുപോലെ BYD C-Line 7 എന്ന് പറഞ്ഞ ബാഡ്ജിങ്, ഓൾ വീൽ ഡ്രൈവിൻ്റെ ബാഡ്ജിങ്, ഇതിൻ്റെ 0-100 4.5 സെക്കൻഡ്സ് ആണെന്നുള്ളതിൻ്റെ ബാഡ്ജിങ്, EVയുടെ ബാഡ്ജിങ്, അങ്ങനെ ഇഷ്ടംപോലെ ബാഡ്ജിങ് ആണ്. ഈ വണ്ടിയുടെ 0-100 ടൈമൊക്കെ ബാക്കിലൊട്ടിക്കുന്നത് ഞാൻ BYDയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും അറൗണ്ട് 500 ലിറ്റേഴ്സിന് അടുത്തുള്ള അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പോരായെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ട്രങ്ക്, അതായത് ഫ്രണ്ടിൽ സ്പേസ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് തുറക്കുന്ന സമയത്ത് കാണുന്ന ഒരു സ്പേസ് 58 ലിറ്റേഴ്സിന് അടുത്താണ് ഇതിനകത്ത് അവിടെ സ്പേസ് കിട്ടുന്നത്. ഇനിയിപ്പം ഇൻറ്റീരിയേഴ്സിലേക്ക് വരാനാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചില BYD വാഹനങ്ങൾ കാണുന്ന പോലെ അത്രയും ഫ്ലാഷി അല്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ അറ്റോത്തരയിൽ കണ്ടു, അത് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾക്ക് അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻറ്റീരിയർ ആണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടൊരു ഇൻറ്റീരിയർ ആണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും അതിൻ്റെ അകത്ത് അത്യാവശ്യം കൺട്രോൾസും, അതുപോലെ നടുവിൽ BYDയുടെ ലോഗോ ഉള്ള സോഫ്റ്റ് പാഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് കംപ്ലീറ്റ്ലി ലെതർ റബ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. ഒരു 10.25 ഇഞ്ച് സൈസ് വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. കളർ TFT ഡിസ്പ്ലേ ഉള്ള കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് നടുവിലേക്ക് വരാനാണെങ്കിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള 15.6 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ആണ് വരുന്നത്. ഈ റൊട്ടേറ്റിംഗ് ഇൻഫോടൈം സിസ്റ്റം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതാണ് BYDയുടെ വാഹനങ്ങളിൽ. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പ് ആണ്. നമുക്ക് വേണമെങ്കിൽ പോർട്രേറ്റ് ആയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ താഴത്ത് AC വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് AC നമുക്ക് കൺട്രോൾസ് ചെയ്യാനായിട്ട് ഡ്യുവൽ സോൺ ഓട്ടോ AC ആണ് ഇതിനകത്ത് വരുന്നത്. ഡാഷ്ബോർഡ് നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി ഗ്ലോസി ബ്ലാക്ക് പാനലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ചെളിയാവും, പക്ഷെ എന്നാലും ആ ഒരു പ്രീമിയം ഫീൽ കിട്ടാനായി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇതിനകത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് AC വെൻസിൻ്റെ താഴത്തേക്ക് നോക്കാനാണെങ്കിൽ നമുക്കൊരു 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് പാഡ് അവിടെ വരുന്നുണ്ട്. അതിൻ്റെ താഴത്ത് ഒരു ക്രിസ്റ്റൽ ഫിനിഷിലുള്ള നമ്മുടെ ഗിയർ ഷിഫ്റ്റ് നോബാണ് വരുന്നത്. അതായത് ബേസിക്കലി ഡ്രൈവ് മോഡ് സെലക്ടർ എന്ന് പറയാം. അതിൻ്റെ അകത്ത് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും അവൈലബിൾ ആണ്. ആൻഡ് തൊട്ട് ബാക്കിൽ കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ ആംബ്രസ്റ്റ് വിത്ത് സ്റ്റോറേജ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പൊതുവേ നമ്മൾ ഇലക്ട്രിക് വണ്ടിയിൽ കാണുന്ന പോലെ ഇതിൻ്റെ അകത്ത് ടോപ്പ് പോർഷൻ ഒരു കമ്പാർട്ട്മെൻറ്റ്, താഴത്തെ പോർഷൻ വേറൊരു കമ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലാണ്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ ഈ സെൻറ്റർ കൺസോളിൻ്റെ താഴത്തെ ഏരിയയിലും വരുന്നുണ്ട്. ഇനി റിയർ സീറ്റ് അല്ലെങ്കിൽ ഓവറോൾ സീറ്റ്സ് നോക്കാനാണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഇത്തിരി സ്പോർട്ടി ആയിട്ടുള്ള സീറ്റ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റും അതുപോലെ നല്ലൊരു സ്പോർട്ടി പൊസിഷനിൽ അത് ഇരിക്കുന്നത്. പക്ഷേ റിയർ സീറ്റ്സ് ഒക്കെ നമുക്ക് ഓൾ ബ്ലാക്ക് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ലെതർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് സീറ്റ്സിൽ നമുക്ക് ഹീറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ കിട്ടുന്നുണ്ട്. ബാക്ക് സീറ്റിൽ അതില്ല, പക്ഷെ എന്നാലും സെൻറ്റർ ആംബ്രസ്റ്റ്, 3 ഹെഡ് റെസ്റ്റ്, പിന്നെ 3 3-point സീറ്റ് ബെൽറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടുവിൽ വലിയൊരു പാനലൊന്നും വരുന്നില്ല. സാധാരണ വണ്ടികൾ കാണുന്ന പോലെ അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോർ ആണ്. ആൻഡ് ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് ഈ വാഹനത്തിൽ ഇത്രയും വീൽ ബേസ് ഉള്ളതുകൊണ്ട് കിട്ടുന്നുണ്ട്.
പിന്നെ വേറൊരു സംഭവം വരുന്നത് ഇതിൻ്റെ വലിയൊരു ഗ്ലാസ് റൂഫാണ്. പാനറോമിക് ഗ്ലാസ് റൂഫ് എന്ന് പറയും. സൺറൂഫ് അല്ല, കാരണം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറും ക്ലൈമറ്റും പൊടിയൊക്കെ വെച്ച് ഓപ്പൺ ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല. ക്ലോസ്ഡ് ആയിട്ട് വെച്ചാലും മതി. നിങ്ങൾക്കിപ്പം വണ്ടിയുടെ അകം ചൂടായി കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിലത്ത് ജസ്റ്റ് അവർ കവർ ഓപ്പൺ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ചൂടായിക്കോളും. ഇനി ഇതിൻ്റെ പവർ ട്രെയിൻ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാനാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ആകെ ഒരൊറ്റ ബാറ്ററി പാക്കേ കിട്ടുന്നുള്ളൂ. അതൊരു അത്യാവശ്യം നല്ല വലിയ സൈസുള്ള 82.56 kWh ബാറ്ററി പാക്കാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒറ്റ ബാറ്ററി പാക്ക് ഉള്ളെങ്കിൽ 2 വേരിയൻ്റ് ഉണ്ട്. ഒന്ന് പ്യുവർ ഒന്ന് പ്രീമിയം ആണ്, പിന്നെ വരുന്ന പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 530 bhp അതുപോലെ 690 Nm ടോർക്കും വരുന്നുണ്ട്. 0 to 4.5 seconds അതാണ് ഒരു ബാറ്റിൽ ബാഡ്ജിങ് ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ NEDC ക്ലെയിംഡ് റേഞ്ച് വരുന്ന 542 km ആണ്. പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയായാലും 400+ ഒക്കെ തീർച്ചയായും കിട്ടേണ്ടതാണ്. ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ്. പിന്നെ ഇത്രയും വലിയൊരു ബാറ്ററി സൈസും കൂടി ആണല്ലോ. വണ്ടിക്ക് സൈസ് കുറച്ച് കൂടുതലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ സെയിം ബാറ്ററിയിൽ തന്നെയുള്ള പ്രീമിയം എന്ന് പറഞ്ഞ വേർഷനാണ്. അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് റിയർ വീൽ ഡ്രൈവ് സെറ്റപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഓൾ വീൽ ഡ്രൈവ് അല്ല. അതുകൊണ്ട് തന്നെ റേഞ്ച് ഇത്തിരി കൂടെ കൂടുതലാണ്. പക്ഷേ അതിൽ പവറും കുറവാണ്. നമുക്ക് 312 bhp 380 Nm ടോർക്കുമാണ് കിട്ടുന്നത്. 6.7 seconds ആണ് അതിൻ്റെ 0 to 100 ടൈമിംഗ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. 567 km ആണ് ക്ലെയിംഡ് റേഞ്ച്. റിയൽ ലൈഫിൽ നമുക്കൊരു 400 to 450 വരെ അതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം, കാരണം പവർ കുറവാണ് ആൻഡ് റിയർ വീൽ ഡ്രൈവ് ആണ്. ഈ വണ്ടിയുടെ ബുക്കിംഗ് അവർ ഒഫീഷ്യലി ജാനുവരി 18 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് അനൗൺസ്മെൻറ്റ് വരുന്ന ഈ വർഷം തന്നെ ഫെബ്രുവരി 17 അതിന് മുന്നേ ഈ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് പ്രീ ബുക്കിംഗ് എമൗണ്ട് വരുന്നത് 70,000 ആണ്. എമൗണ്ട് ഇത്തിരി കൂടുതലാണ്, കാരണം വണ്ടി അവർ ഇമ്പോർട്ട് ചെയ്താണ് ഇന്ത്യയിൽ വെക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളിത് പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ചാർജറിൻ്റെ കോസ്റ്റും അതുപോലെ നമ്മുടെ ഇൻസ്റ്റലേഷൻ ചാർജും എല്ലാം തന്നെ ഫ്രീ ആയിരിക്കും. ഒരു 7 kWh ഹോം ചാർജറാണ് അവർ ഇതിൻ്റെ കൂടെ തരുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ട്രൈ ചെയ്യാം. BYDയുടെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇനീഷ്യൽ ലോട്ടിൽ പ്രശ്നം വരിക, ഫൈനൽ ലോട്ടിൽ പ്രശ്നം വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ റിലയബിൾ ആയിട്ടുള്ള EVs ആണ് BYD ഗ്ലോബലി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ടെസ്ല കഴിഞ്ഞ സെക്കൻഡ് പൊസിഷനിൽ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാത്രം സെയിൽ നോക്കുമ്പോൾ BYD ഉണ്ട്. അതല്ലാതെ നമ്മൾ മൊത്തത്തിൽ PHEVs ഹൈബ്രിഡ് എല്ലാത്തിൻ്റെയും കൂടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ടെസ്ലയുടെ ഓൾമോസ്റ്റ് ഡബിളാണ് BYDയുടെ സെയിൽ ഇൻ്റർനാഷണലി വരുന്നതാണ്. പിന്നെ ഈ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. സീലിൻ്റെ ഒരു SUV വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ വാഹനം തന്നെയാണ്. ആ ഒരു പ്രശ്നമുള്ളത് ഇമ്പോർട്ട് ചെയ്തവർ കൊണ്ടുവരുന്നുണ്ട്. ഇതിന് 100% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈസ് അത്യാവശ്യം കൂടുതലായിരിക്കും. 50-60 lakhs അടുത്തൊക്കെ ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ താഴത്തേക്ക് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ Hyundai Ioniq 5 അതുപോലെ Kia EV6 അതിൻ്റെയൊക്കെ റേഞ്ചിലാണ് ഈ വണ്ടിയും വരാൻ പോകുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ്, റേഞ്ച് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിനകത്ത് അവർ കൊടുക്കുന്നുണ്ട്. സോ വലിയ കുറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. BYD ഈ വർഷം അവരുടെ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയും ആലോചിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പേജ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.